ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മിനന്ദന BA ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാനും അമ്മയും കൂടി ഇതാ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഞങ്ങൾ പോത്തങ്കോട് പുതിയതായിട്ട് തുടങ്ങി നമ്മുടെ കേക്ക് വേൾഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതാ ഇപ്പോൾ കേക്ക് വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടുന്ന് കേക്ക് ഓർഡർ ചെയ്ത ശേഷം എനിക്ക് എക്സാമിന് പോവേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ച് വരുമ്പോൾ നമ്മൾ കേക്ക് എടുത്തുകൊണ്ട് വരാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നാളെയാണ് അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പോൾ സോ ഇന്ന് നൈറ്റ് 12 o'clock നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കേക്കിന് ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കേക്ക് വേൾഡിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. അടിപൊളി ആംബിയൻസും അടിപൊളി കേക്കുകളോ ഗായ്സ്. എന്താ പറയുക, എല്ലാ ടൈപ്പും നമ്മൾ വെഡ്ഡിങ് കേക്ക് ആണെങ്കിലും മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ കേക്ക്സ് ആണെങ്കിലും ബാക്കി ബർത്ത്ഡേ കേക്ക്സ് ആണെങ്കിലും ഒക്കെ ഇവർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങളിവിടെ കയറി ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ പോയ ശേഷം ഞങ്ങൾ വൈകിട്ടൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന ശേഷം ഇതാ കേക്കും എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ എത്തി ഗായ്സ്. അങ്ങനെ കുറച്ച് പിന്നെ ഗിഫ്റ്റ് പാക്കിങ്ങിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയായിട്ടുണ്ട്. അച്ഛൻ വന്നു. അച്ഛൻ നല്ല ലേറ്റായി എന്ന് വന്നപ്പോൾ ഇപ്പോൾ തന്നെ മണി ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഉറങ്ങാതെ ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാം. അപ്പോൾ അച്ഛൻ എന്താ ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ് അച്ഛൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അച്ഛൻ ഒരു രീതിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നിങ്ങനെ കേക്കൊക്കെ ഉണ്ട് എന്ന്. അപ്പോഴാണ് അമ്മയുടെ കേക്ക് കൊണ്ടുകൊടുത്ത്. സത്യം പറഞ്ഞ അച്ഛൻ ബണ്ടർ അടിച്ചിരിക്കുകയാണ്. എന്താ സംഭവം, ഇത് എവിടെ നിന്നാണ് ഈ കേക്ക്? അച്ഛൻ ഒന്നും കണ്ടില്ല, ഞങ്ങൾ പോയതോ മേടിച്ചതോ ഒന്നും അച്ഛൻ അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമുക്കിതൊക്കെ ഒരു സന്തോഷം. നമ്മൾ വലിയ സർപ്രൈസൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള സർപ്രൈസ് ആയിരിക്കും ഗായ്സ്. അങ്ങനെ ഞാനും മമ്മിയും കൂടി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള സർപ്രൈസ് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി കാണാൻ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ആയിട്ട് ഞാൻ തന്നെ വരുന്നത്. അങ്ങനെ അച്ഛൻ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കൊണ്ട് ഞാൻ വരികയാണ്. അച്ഛൻ ഇതും കൂടെ കണ്ടപ്പോൾ അച്ഛൻ ഫുൾ അന്തം വിട്ടിരിക്കുക. എന്താ ഇത്, ഇത്രയും വലിയ ഗിഫ്റ്റോ എന്നൊക്കെ. പക്ഷേ ഇതിൽ കുറേ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അച്ഛൻ അന്തം വിട്ടിരിക്കുകയാണ് ഗൈസ്. എന്താണിതെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ട് ഇനി എങ്ങനെ എണീക്കും ഇവിടെ നിന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റുമായി ദെൻ കേക്കും ആയിട്ടുണ്ട് ഗായ്സ്. അച്ഛൻ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷമായി ഗായ്സ്. അച്ഛൻ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അച്ഛന് വളരെ സന്തോഷമായി. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും നിൽപ്പുണ്ട്. ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛൻ കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിക്കുമ്പോൾ പക്ഷേ കൂടുതൽ സന്തോഷമായിരിക്കുകയാണ് ഗൈസ്. എനിക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ ഞാനാണ് വളരെ ഹാപ്പി എന്ന് പറയാം. അങ്ങനെ അച്ഛനും അമ്മയും കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പരപര ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അച്ഛന് വളരെ എക്സൈറ്റഡ് ആണ്. എന്താണ് അതിൻ്റെ അകത്തെന്ന് അറിയാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ കുറച്ച് ഷൂസും ദെൻ അച്ഛനൊരു ബാഗ് വേണമായിരുന്നു. സോ ഞങ്ങൾ ബാഗും അങ്ങനെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വേറെയൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സും അങ്ങനെ നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അതൊക്കെ എടുക്കുകയാണ്. അച്ഛൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അച്ഛൻ പ്രതീക്ഷിച്ചല്ല അച്ഛന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഞങ്ങൾ അച്ഛൻ അന്തം വിട്ടിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ് അപ്പോൾ അതിനുശേഷം ഞാനും അമ്മയും അച്ഛനും കൂടി രാവിലെ നമ്മൾ നേരെ കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത് സ്റ്റാറാണ് വരുന്നത് ഇന്ന്. അപ്പോൾ ഞങ്ങളിതാ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് കൊട്ടാരക്കര വരെ പോകാൻ 2 മണിക്കൂർ കൂടുതൽ എടുക്കും ചിലപ്പോഴൊക്കെ. ബ്ലോക്കൊക്കെ അല്ലേ ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കൂടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ ശേഷം ഞങ്ങൾ അകത്തേക്ക് തൊഴുവാനായിട്ടൊക്കെ കയറിയിട്ടുണ്ട്.
അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല ഗായ്സ്, അതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ദെൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും അവിടേക്ക് ഇതാ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, എനിക്കെല്ലാം മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മേടിച്ച് തരത്തില്ല. സോ ഞങ്ങൾ അതിന് ശേഷം എന്താ ഞങ്ങൾ അവിടുത്തെ കുളമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ വലിയ ബിഗ് മീനൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടില്ല, അത് കുഞ്ഞു മീനുകൾ മാത്രമാണ്, വലിയ ബിഗ് മീനൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. അങ്ങനെ ഞങ്ങളുടെ 3 പേരും അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞു സന്തോഷത്തിലേക്കേ ഉള്ളൂ ഗായ്സ്. അങ്ങനെ ഇതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷമാണ് വേറൊരു ടെസ്റ്റ് ഇവിടെ നടക്കുന്നത്. അച്ഛൻ വന്നവണ്ണെ കിടന്ന് ഉറങ്ങുമായിരുന്നു കുറച്ച് സമയം. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ അറിഞ്ഞില്ല ഇവിടെ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അച്ഛൻ എന്താ വളരെ അന്ന് വിട്ട് വരുന്നു ഗൈസ്. എന്താണെന്ന് നിങ്ങളായിരിക്കും അന്വേഷിക്കുന്നുണ്ടായിരിക്കും. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഞങ്ങളുടെ ഇവിടെ കിഡ്ലം സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാനും മമ്മിയും കൂടി. അപ്പോൾ അച്ഛൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇത് എപ്പോൾ എങ്ങനെ സംഭവിച്ചോ എന്ന് അച്ഛൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ അച്ഛന് വളരെ സന്തോഷമായി, വളരെ സന്തോഷം. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇത് സദ്യയൊക്കെ കഴിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് അച്ഛന് കുറേ സർപ്രൈസൊക്കെ കിട്ടി. ഞങ്ങളുടെ അമ്പലത്തിലേക്കൊക്കെ പോയി പ്രാർത്ഥിച്ചു, വളരെ ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് ലാഗാണ്, കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ താമസിക്കുന്നുണ്ട്, അറിയാം. സംഭവം എക്സാമായി, അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് പനിയായി, അതെല്ലാം കൂടി നമ്മൾ കുറച്ച് സീനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എക്സാമൊക്കെ ഉടനെ കഴിയും. അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോസ് എല്ലാവരും കാണണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരുന്നവർ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.